കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 69ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി ആത്മാക്കളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അല്പം കയ്പുള്ള മരുന്നാണ് പഞ്ചസാരയേക്കാൾ ചിലപ്പോൾ മെച്ചമെന്ന് അവർ വേഗം മനസ്സിലാക്കുകയും നിസ്സങ്കോചം സമ്മതിക്കുകയും ചെയ്യും. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി, ജീവിതത്തിൻ്റെ ഒരു നേർരേഖയാണല്ലോ ഇന്ന് നീ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. അല്പം കയ്പുള്ള മരുന്നാണ് പഞ്ചസാരയേക്കാളും നല്ലതെന്ന് ബോധ്യമാകും എന്ന് പറയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മധുരിക്കുന്ന അനുഭവങ്ങളെക്കാളും ഗുണം ചെയ്യും എന്നൊരു സൂചനയാണല്ലോ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട്, അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് പുണ്യവതി നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തെ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.